ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിന്റെ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CGL 2024 ക്രാഷ് കോഴ്സിന്റെ 4 ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവര് ദയവായിട്ട് ആ പ്ലേലിസ്റ്റ് എടുത്തിട്ട് 4 ക്ലാസ്സുകൾ കാണുക. 40-50 ക്വസ്റ്റ്യനോളം നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ചെയ്യണം, എങ്ങനെ നല്ല ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നിങ്ങൾക്ക് ഫേസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു ക്വസ്റ്റ്യൻസിനെ ഏതൊരു രീതിയിൽ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ 5ാമത്തെ ഡേ ആണ് നമ്മുടെ ക്രാഷ് കോഴ്സിന്റെ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു. പല പല ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ അതിനെ നേരിടും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മിക്സ്ഡ് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ബാക്കി 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ആവറേജിന്റെ കുറെ ടോപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തു. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ജോമെട്രി ചെയ്തു. 4ാമത്തെ ക്ലാസ്സിൽ ഓൾജിബ്ര ചെയ്തു. ഇന്ന് നമുക്ക് മിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയിൽ ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡ് ചെയ്യാം. ഇന്ന് കുറച്ച് ടെക്നോമെട്രിയുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് ഞാനൊരു ബോണസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് തരുന്നുണ്ട്. എല്ലാം നന്നായിട്ട് കാണാൻ ശ്രമിക്കാം, മുഴുവനായിട്ട് കാണാം. വീഡിയോ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്തിട്ടേ തീർക്കൂ എന്നുള്ള രീതിയിൽ ഇരിക്കുക. നിങ്ങളുടെ ഡെഡിക്കേഷൻ എത്ര ലെവൽ ഉണ്ടെന്ന് ആ ഒരു പ്രോസസ്സിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എത്ര ക്വസ്റ്റ്യന് ശരിയായിട്ടുള്ള ആൻസർ കിട്ടി എന്നും കൂടെ കമന്റിൽ പറയാൻ നോക്കുക. ഇത് നമ്മുടെ ചാനലിന്റെ ഡീറ്റെയിൽസ് ആണ്. എല്ലാവർക്കുമായിട്ട് നമ്മുടെ മലയാളത്തിൽ എക്സാം എഴുതുന്ന അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള എല്ലാവർക്കുമായിട്ട് മലയാളികൾക്കെല്ലാം വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ ക്ലാസ്സുകളും നന്നായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് നമ്മളുടെ ട്രിഗ്നോമെട്രിയിലെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ പോൾ 23 മീറ്റർ ലോങ് റീച്ചസ് എ വിൻഡോ വിച്ച് ഈസ് 3√5 ആണ് കേട്ടോ. √5 ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ഒരു മിസ്റ്റേക്ക് ഉണ്ട്. 3√5 മീറ്റർ എന്ന് വെച്ചാൽ മീറ്റർ എബോവ് ദ ഗ്രൗണ്ട് ഓൺ വൺ സൈഡ് ഓഫ് എ സ്ട്രീറ്റ് കീപ്പിംഗ് ഇറ്റ്സ് ഫുട്ട് അറ്റ് ദ സെയിം പോയിന്റ് ദ പോൾ ഈസ് ടേൺഡ് to the other side of the street to reach a window 4√15 meter high. What is the width of the street? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഒരു പോൾ ഉണ്ട്, 23 മീറ്റർ ലോങ് ഉള്ള പോൾ ഉണ്ട്. അത് വിൻഡോ വിച്ച് ഈസ് 3√5 സെന്റിമീറ്റർ 3√5 മീറ്റർ ദൂരമുള്ള അല്ലെങ്കിൽ ഉയരമുള്ള ഒരു വിൻഡോയിലേക്ക് നമ്മൾ 23 മീറ്റർ നീളമുള്ള ഒരു ഏണി ചാരി വെക്കുന്നു, അല്ലെങ്കിൽ പോള് ചാരി വെക്കുന്നു. അതേ സാധനത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? കീപ്പിംഗ് ഇസ് ഫൂട്ട് അറ്റ് ദ സെയിം പോയിന്റ്, ഈ പോയിന്റ് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? ആ സാധനത്തെ നമ്മൾ അടുത്ത സൈഡിലോട്ട്, സ്ട്രീറ്റിന്റെ അടുത്ത സൈഡിലോട്ട് വെക്കുന്നു. സോ ദാറ്റ് ഒരു അടുത്ത വിൻഡോയിൽ 4√15 ഇത് വലുതായിരിക്കും. 4√15 ഹൈറ്റ് ഉള്ള ഒരു ഇതിലോട്ട് എന്ത് ചെയ്യുന്നു? ചാരി വെക്കുന്നു. അപ്പൊ ഇത് എന്താണ് 23 പറഞ്ഞിട്ടുള്ളത്. ഫിഗറിന്റെ ഇത് നോക്കണ്ട, ഇതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ വിഡ്ത്ത് ഓഫ് ദ സ്ട്രീറ്റ്, അതായത് ഈ ഒരു ലെങ്ത് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു ഇതും ഇല്ല. കാര്യം ഇതൊരു വിഡ്ത്ത് നമ്മുടെ വിൻഡോ ആയതുകൊണ്ട് 90 ഡിഗ്രി ആണ്. ഇത് 90 ഡിഗ്രി ആണെങ്കിൽ 23 3√5 രണ്ട് സൈഡ് ഉണ്ട്. നമുക്ക് എന്ത് വേണം? ഈ സൈഡ് വേണം. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ √22 സ്ക്വയർ മൈനസ് ഇതിന്റെ സ്ക്വയർ ആണ്. 21 സ്ക്വയർ 529 അറിയാം. ഇതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ഗുണം 5 45 ആണ്. 3ന്റെ സ്ക്വയർ 9 √5ന്റെ സ്ക്വയർ 5 45. അപ്പോൾ 529 നിന്നും എന്ത് കുറയ്ക്കണം? 529 നിന്നും 45 കുറയ്ക്കണം. അപ്പൊ 29 പോയി കഴിഞ്ഞാൽ ബാക്കി 45-നകത്തുള്ളത് എത്രയാണ്? 16 ആണ്. അപ്പൊ 400 നിന്ന് 16 കുറച്ചാൽ 500 നിന്ന് 16 കുറച്ചാൽ 484 ആണ്. അതിന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 22 ആണ്. ഡെയിലി എഴുതുന്നതാണ്. 22 പ്ലസ് ഇനി ഇവിടെ ഉള്ളത് ഇത് 4√15 എന്ത് വേണം? സ്ക്വയർ വേണം. 4ന്റെ സ്ക്വയർ 16 16 ഗുണം 15 240 ആണ്. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ കാണാപ്പാടമാണ്. ഡെയിലി എഴുതിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 240 ഇത് 529 240 529 എത്രയാണ് ഡിഫറൻസ്? 240 200 പോകുമ്പോൾ നമുക്ക് 440 പിന്നെ 89, അപ്പോൾ 529 ആവും. അതായത് റൂട്ട് ഓഫ് 289 ഇവിടെ 17 വരും. 22 17 39. എത്ര സ്പീഡിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്യുന്നു അത്ര സ്പീഡിൽ നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് പോവാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കാൽക്കുലേഷൻ ലെവൽ അനുസരിച്ച് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു വ്യത്യാസം, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് നമ്മുടെ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസിൽ. സ്പീഡിൽ ചെയ്യാം. അടുത്ത ടൈം നമ്പർ ക്വസ്റ്റ്യൻ. അപ്പൊ ഇങ്ങനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അഡ്വാൻസ് മാത്സിൽ നിന്ന് അരിത്തമെറ്റിക് മാത്സ്, അങ്ങനെ നിങ്ങൾ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും നിങ്ങൾ കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, കറണ്ട് മുദ്ദ എന്നൊക്കെ പറഞ്ഞ PDF ഉണ്ടല്ലോ, അതിൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. കാര്യം സമ്മതിച്ചു. പക്ഷെ അത് മാത്രം പ്രാക്ടീസ് ചെയ്യേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന്റെ ടൈമിൽ ഈസി ക്വസ്റ്റ്യൻ, ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, മോഡറേറ്റ് ക്വസ്റ്റ്യൻ, അങ്ങനെ ആ ഒരു ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യനും ഡിഫിക്കൽട്ട് ആയിട്ട് ചെയ്തിട്ട് പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്വിച്ചിങ് എന്ന് പറയുന്ന പരിപാടി, അല്ലെങ്കിൽ ആ ഒരു സ്കിപ്പ് ചെയ്യുന്ന പരിപാടി നിങ്ങൾക്ക് അവിടെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സമയത്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ CGL 2023 നടന്ന പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ സമയമുള്ളവരാണെങ്കിൽ, പഠിച്ച ആൾക്കാരാണെങ്കിൽ, അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഞാൻ പറഞ്ഞ ആവറേജ് ലെവൽ അല്ലെങ്കിൽ അതിൽ മുകളിലുള്ളവരാണെങ്കിൽ, 130 മാർക്കിൽ കൂടുതൽ 120 മാർക്കിൽ കൂടുതൽ കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഡെയിലി 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്
ഫുൾ ടെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇനിയുള്ള സമയം അതിനു വേണ്ടിയാണ്. CGL 2023 പ്രിലിംസ് കഴിഞ്ഞ ആ ഒരു പരീക്ഷ തന്നെ 2 മിനിമം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ അത്രയും നല്ലതാണ്. ചെയ്ത് അനാലിസിസ് ചെയ്യാൻ നോക്കുക. അത് നിങ്ങളെ ഒരുപാട് സ്കോർ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യാൻ സഹായിക്കും. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ XYZ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്കിംഗ് 46, 92, 23 ഡേയ്സ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ടോട്ടൽ വർക്ക് നമുക്ക് എടുക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം LCM ആയിട്ടുള്ള 92 ആണ്. അപ്പൊ ഫസ്റ്റ് ആളുടെ എഫിഷ്യൻസി 2, രണ്ടാമത്തെ ആളുടെ 1, മൂന്നാമത്തെ ആളുടെ 4. ഇപ്പൊ 2, 1, 4 എഫിഷ്യൻസി കിട്ടി. എക്സ് സ്റ്റാർട്ട് ചെയ്തു. വൈ ജോയിൻഡ് ഹിം ആഫ്റ്റർ 2 ഡേയ്സ്. ഇപ്പൊ 2 ദിവസം എക്സ് മാത്രമേ ചെയ്തുള്ളൂ. 2 × 2 4 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി നമുക്ക് 88 യൂണിറ്റ് വർക്കാണുള്ളത്. ആഫ്റ്റർ 2 ഡേയ്സ് ആണ് ആര് വന്നത്? നമ്മുടെ വൈ വന്നത്. അപ്പം ആഫ്റ്റർ 2 ഡേയ്സ് കഴിഞ്ഞിട്ട് വൈയൂടെ വന്നു. ഇസഡ് ജോയിൻ ദം ആഫ്റ്റർ 8 ഡേയ്സ് ഫ്രം ദ ബിഗിനിങ്. അതായത് 2 ദിവസം കഴിഞ്ഞ് പിന്നെ 6 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? ഇസഡ് വന്നത്. അപ്പൊ 6 ദിവസം ഇവർ ആരാ വർക്ക് ചെയ്തേ? 2 × 3 വെച്ച് 2 × 3 6 18 കഴിഞ്ഞു. 18 കഴിഞ്ഞു. ബാക്കി 70 വർക്കാണുള്ളത്. ഇപ്പൊ എത്ര ദിവസം കഴിഞ്ഞു? 2 ദിവസം. 8 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് 70 വർക്ക് ബാക്കിയുണ്ട്. 8 ഡേയ്സ് ഫ്രം ദ ബിഗിനിങ്. അപ്പൊ 70 വർക്ക് പിന്നെ ഇവർ 3 പേരോടെ ചെയ്യുന്നത്. ഇതാണ് എഫിഷ്യൻസി വരുന്നത്. 3 4 7 7 വെച്ചിട്ട് 70/7 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവും. അതായത് 8 ദിവസം കഴിഞ്ഞ് പിന്നെ 10 ദിവസം കൂടെ ആ വർക്കിന് വേണ്ടി വന്നു. അതായത് എക്സ് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്തു? ആദ്യം മുതൽ അവസാനം വരെ ആ വർക്കിൽ വർക്ക് ചെയ്തു. അതായത് ആ വർക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര ദിവസം ഉണ്ടായിരുന്നു ടോട്ടല്? 8ഉം 10ഉം 18 ദിവസം എന്ത് ചെയ്തു? എക്സ് എന്ന് പറയുന്ന ആള് അവിടെ വർക്ക് ചെയ്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഡിഫറെന്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? നമുക്ക് അങ്ങനെ സ്വിച്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഉറപ്പ് തരാം, ഇത് ഒരു വട്ടം മുമ്പേ ചെയ്തിട്ട് പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് അനുസരിച്ച് പഠിക്കാത്ത ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ അവിടെ പോയി ഒരുപാട് സമയം എടുക്കും. അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇത് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം ഇത് ഒരുപാട് സമയം എടുക്കും. കിട്ടിയാലും ഒരുപാട് സമയം എടുക്കും. പക്ഷെ പഠിച്ചിട്ട് പോകുന്നവര് ഇത് എന്ത് ചെയ്യും? അത് ഭയങ്കര ബോണസ് ആയിട്ടുള്ളൊരു സ്കോറാണ്. ഇനി നിങ്ങൾക്ക് ആർക്കും ഇത് തെറ്റാൻ പാടില്ല. അപ്പൊ ഇത് ഏത് ഫോമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്? ക്വസ്റ്റ്യൻ ഒന്ന് സ്വന്തമായിട്ട് പോസ് ചെയ്ത് വായിച്ചു നോക്കുക. a+b² പ്ലസ് a-b². ഈ ഫോമുല ഒരു ഗോൾഡൻ ഫോമുലയാണ്. ഇത് എല്ലാവരും പഠിക്കേണ്ടതാണ്. ഇത് പഠിക്കാത്തവർക്ക് ഇതിന്റെ നഷ്ടം ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇനി എങ്ങനെ ചോദിച്ചാലും ചെയ്യാവുന്ന രീതിയിൽ ഇത് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഈ ചാനലിൽ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ എത്രത്തോളം ഇത് ഷെയർ ചെയ്യുന്നു, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എത്രത്തോളം നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കമന്റുകളും നിങ്ങൾ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നതും വ്യൂസും എല്ലാം നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര വരുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അത് ഞാൻ സമയം കണ്ടെത്തി ക്ലാസ്സുകൾ തരും, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഇങ്ങനത്തുള്ള കണ്ടന്റ് തരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങൾ കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ക്ലാസ് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ട എന്താണ്? a+b³ പ്ലസ് a-b³. ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് കാണാതെ പഠിക്കേണ്ട ഫോമുലയാണ്. 2 × a³ പ്ലസ് 3ab². ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോമുലയാണ്. ഇനി a+b³ മൈനസ് a-b³ ആണെങ്കിലോ ഇത് ശ്രദ്ധിച്ചോണം. 2 × b³ പ്ലസ് 3a²b അല്ലെങ്കിൽ 3ba². ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഈ ഫോമുലയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അതിലോട്ടൊന്ന് പോവാം. അത് വെച്ചൊന്ന് ചെയ്യാം. അപ്പൊ ഇതൊന്നും നിങ്ങൾ ഇത് പഠിച്ചുകൊണ്ട് പോകേണ്ടതാണ്. ഇതൊന്നും ഇവിടെ എഴുതണമെന്നല്ല പറഞ്ഞത്. എക്ക് വരാൻ 4x, ബിക്ക് വരാൻ 2x. നമുക്ക് എന്ത് പറയാം? ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തോരും? 2 × a³ 4x-ന്റെ ക്യൂബ് 64x³ 4ന്റെ ക്യൂബ് 67, x-ന്റെ ക്യൂബ് x³ പ്ലസ് 3 × a. 3 × a എന്ന് പറയുമ്പോൾ 3 × 4x 12x × b². b² എന്ന് പറയുമ്പോൾ 2y², 4y². അതായത് 12x × 4y². 12 × 2 24, 24 xy². 24 xy² എന്ന് വരും. 24 അല്ലല്ലോ, 2 × 3 12, 12 × 4 അല്ലെ? അതെ, 12 × 4 ആണ്. 4 48 വരും. 24 അല്ല 48 വരും. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഇതായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. യെസ്, അപ്പോൾ 48 xy² എന്ന് വരും. അപ്പൊ അതിന്റെ വാല്യൂ ആണ് ഇവര് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. എത്ര? 16 × ax³ പ്ലസ് bxy². നമ്മുടെ x³ xy² ഒക്കെ കിടക്കുന്നുണ്ടോ? അപ്പൊ അതേ ഫോമിലാണ് അവർ തന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെ നോക്ക്, ഇതിനകത്ത് എന്ത് ചെയ്തു? ഞാൻ ഇതിനകത്തുനിന്ന് ആ ഒരു 8നെ ഇവിടുന്ന് ഒരു 8 എടുത്തു, ഇവിടുന്ന് ഒരു 8 എടുത്തു. അപ്പൊ എന്താ ഇത്? 16 പുറത്തു വന്നു. 16 × 8 പുറത്തെടുക്കുമ്പോൾ 8x³ പ്ലസ് 8 പുറത്തെടുക്കുമ്പോൾ 6xy² എന്ന് വരും. 6 8 48 ഓക്കെ, അപ്പൊ ഇവിടെ 16 വന്നു, ഇവിടെ 16 വന്നു. ഇപ്പോൾ x³ ഉണ്ട്. x³ കൂടെ കിടന്ന a ആണ്. അപ്പൊ എയുടെ വാല്യൂ 8 എന്ന് കിട്ടി. ഇവിടെ എക്ക് 8 കൊടുക്കുമ്പോൾ 8ന്റെ സ്ക്വയർ 64 അധികം. ഇവിടെ ബിയുടെ വാല്യൂ എന്ന് കിട്ടി? ബിയുടെ വാല്യൂ 6 എന്ന് കിട്ടി. 6 എന്ന് കിട്ടി. ഇതാ ഇവിടെ ബി ആണ്, ഇവിടെ 6 ആണ്. ഇപ്പൊ 6 എന്ന് കിട്ടി. 67 36 100, 100ന്റെ റൂട്ട് 10, 10/2 5 എന്ന് കിട്ടും. ഇനി ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരും തെറ്റിക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്
ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിത് കമന്റ് ആയിട്ട് പറയാം. നല്ല അടിപൊളി ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എക്സാമിന് ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ a+b² + a-b ആണ് എന്ന് പറഞ്ഞാൽ 2 × 64x³ + 3a 12x × 4y² അതായത് 48 xy². 8 കോമൺ എടുക്കുന്നു, അതൊക്കെ മൈൻഡ് ചെയ്യാം. ഇപ്പോൾ 8 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ 8 ഉണ്ട്. എയുടെ വാല്യൂ 8, ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 48 ആണ്. 8 കോമൺ എടുക്കുമ്പോൾ 6, ബിയുടെ വാല്യൂ 6. അപ്പോൾ 8 6 കഴിഞ്ഞാൽ ട്രിപ്ലറ്റ് ആണെങ്കിൽ 10 ആണ്. 10/2 5 കിട്ടും. ഇത്ര മാത്രം എഴുതി ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. നിങ്ങളുടെ പ്രാക്ടീസ് എത്രത്തോളം എന്നതിനെ അനുസരിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഡിഫിക്കൽട്ടി ലെവൽ ക്വസ്റ്റ്യൻ. അടുത്തത്, ദ പ്രോഫിറ്റ് ഏൺഡ് ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഇത്രയും ഈസ് ഈക്വൽ ടു ദ ലോസ് ഇൻകേർഡ് വെൻ ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ 448. വാട്ട് വിൽ ബി ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 10% ലോസ്. 10% ലോസ് എന്ന് പറഞ്ഞാൽ 90% വെക്കുന്നത് കോസ്റ്റ് പ്രൈസിന്റെ. അപ്പോൾ 90% കഴിഞ്ഞാൽ 9 മൾട്ടിപ്പിൾ ആയിരിക്കും ആൻസർ. 13 18 9 മൾട്ടിപ്പിൾ, ഇത് 9 മൾട്ടിപ്പിൾ. 7 13 9 അല്ല, 6 4 10 ഇതല്ല. ഇത് രണ്ട് ചെയ്തോണ്ട് നമ്മുടെ ആൻസർ 9 മൾട്ടിപ്പിൾ അല്ല. നോക്കാം, നമുക്ക് ഏതാ നോക്കാം. 832 വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 448 വിൽക്കുമ്പോൾ ഉള്ള എന്തിന്റെ ലോസിന് ഈക്വൽ ആണ്. അതായത് ലോസും പ്രോഫിറ്റും 1:1 കിടക്കുന്നത്. അപ്പൊ അങ്ങനെ ലോസും പ്രോഫിറ്റും 1:1 ആണെങ്കിൽ അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ലോസും പ്രോഫിറ്റും ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. ലോസും പ്രോഫിറ്റും സെയിം ആണെങ്കിൽ നമുക്ക് 1:1 റേഷ്യോ ആണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇതിന്റെ ആവറേജ് ആയിരിക്കും, രണ്ടുകൂടെ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. 832 442 കൊണ്ട് കൂട്ടുമ്പോൾ നമുക്ക് 1260 കിട്ടും. 1680 കിട്ടും. 1680 പകുതി 1680 പകുതി എത്രയാണ്? 640. 1680 പകുതി. ഓക്കെ, 1280 പകുതി 640. 1200 1280 640 ഇതിന്റെ 90%. 64 × 9 9 36 6 അവസാനിക്കും. ഓപ്ഷൻ എ. 9 മൾട്ടിപ്പിൾ ആയിരിക്കും, 6 അവസാനിക്കും. ഓപ്ഷൻ എന്ത് ചെയ്യാം? പെയിൻ എടുക്കുക ചെയ്യാം. അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പഠിച്ചിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ പഠിക്കുന്നതാണ്. കോസ്റ്റ് പ്രൈസ് ഇതാണ് 1:1 ആണ് റേഷ്യോ. ഓക്കെ, 1:1 ആണെങ്കിൽ ഈ ഒരു ഗ്യാപ്പാണ്, 2 യൂണിറ്റ് ആണ് നമുക്ക് ഈ തന്നിട്ടുള്ള 448ന്റെയും ഇത് ലോസ് വിൽക്കുമ്പോൾ ഇത് 832 ഡിഫറൻസ്. 2 യൂണിറ്റ് ആണ് നമുക്ക് 400 ഇതിന്റെ ഡിഫറൻസ്. 1 യൂണിറ്റിന്റെ വാല്യൂ കിട്ടും. അത് ഒന്നുകിൽ ഇതിന്റെ കൂടെ കൂട്ടുക അല്ലെങ്കിൽ ഇതിന്റെ കൂടെ കൂട്ടുക. പക്ഷെ 1:1 ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. 2:1 ആണെങ്കിൽ നമുക്ക് ഈ ഗ്യാപ്പ് എടുത്തിട്ട് ഇതുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് ഇവിടുത്തെ വാല്യൂ കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം? ഈ ലോസിന്റെ കൂടെ കൂട്ടാം അല്ലെങ്കിൽ ഇവിടുന്ന് കുറയ്ക്കാം, അങ്ങനെ കണ്ടുപിടിക്കാം. ഇവിടെ 1:1 ആണെങ്കിൽ ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. ഈ ഷോർട്ട് കട്ടുകൾ നിങ്ങൾ പഠിക്കണം. എന്താണ് കാര്യം എന്ന് പഠിക്കണം. നിങ്ങൾക്ക് അവിടെ ഇതിന് ഇങ്ങനെ ചെയ്തും ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ സമയമെടുക്കും, ഇങ്ങനെ ചെയ്താൽ പേന എടുക്കാനുള്ള മെത്തേഡുണ്ട്. അപ്പൊ അത് നിങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുക. ഇത് വേറെ എവിടെയും കിട്ടാത്ത കാര്യങ്ങളാണ്. അത് നിങ്ങളിലേക്ക് ചെയ്യണം. അടുത്ത, ആവറേജ് ഓഫ് ഇത്രയും 55 ആണ്. ആവറേജ് ഓഫ് ഇത്രയും 53 ആണ്. വാട്ട് ഈസ് ആവറേജ് ഓഫ് ABCD? ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ എന്താണ് ഡീവിയേഷൻ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ആവറേജിന്റെ ക്ലാസ് രണ്ടാമത്തെ നമ്മുടെ CGL ക്രാഷ് കോഴ്സിന്റെ രണ്ടാമത്തെ ക്ലാസ് ആവറേജ് ആയിരുന്നു. അത് പഠിച്ച ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് ഡീവിയേഷൻ കണ്ടുപിടിക്കാം. 55 ടോട്ടൽ ആവറേജ്. ഇത് 55 നിന്നുള്ള ഡീവിയേഷൻ നോക്കാം. -3 -3 + 16 -12 പിന്നെ -33 എത്ര വരും? -3 -15 -48 -48 -16 അതായത് ഈ രണ്ട് സാധനങ്ങളിൽ -32. ഇത്രയും കാര്യങ്ങളിൽ -32ന്റെ ഡീവിയേഷൻ വന്നു. ഇവന്മാര് എയും ബിയും എന്ത് ചെയ്യും? ആ +32. അവന്മാരുടെ സം എന്ന് പറഞ്ഞാൽ 32 എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവരേനേക്കായും അല്ലെങ്കിൽ സമ്മിനേക്കായും, ഒറിജിനൽ സമ്മിനേക്കായും അവന്മാർക്ക് വേണ്ടുന്ന 55 ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇവിടെ 0 ആയിരുന്നെങ്കിൽ അവന്മാർ 55 ആയിരുന്നു സം എന്ന് പറയുന്നത്. 55 110 ആയിരുന്നു. പക്ഷെ അവന്മാരെ സം 70 വരും. എന്തെങ്കിലും ആവറേജ് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ അവരുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര? 2 വഴി കണ്ടുപിടിക്കാം. അവരുടെ ആവറേജ് എയുടെയും ബിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? സമ്മിൽ 32 കൂടുതലാണ്, ആവറേജിൽ എന്ത് വരും? 2 പേരായതുകൊണ്ട് 16 കൂടുതലായിരിക്കും. 55 16 71. ഇനി അല്ലെങ്കിൽ സം വേണമെങ്കിലും കണ്ടുപിടിക്കാം കേട്ടോ. 55 110ന്റെ കൂടെ 32 കൂട്ടി 142. അവന്മാരുടെ സം 142 ആയിരിക്കും. അല്ലെങ്കിൽ ആവറേജ് 71. ഇത് ആവറേജ് ആണ്. ഇനി 42 ഇതിന്റെ എന്ത് കിട്ടും നമുക്ക്? -11 -8 -4 -2 -11. ഓക്കെ, -22 അല്ല 19 23 25 36. ഓക്കെ, 36 കുറവാണ്. ഇവന്മാർ രണ്ടിൽ എന്ത് വരും? 36 കൂടുതൽ വരും ഡീവിയേഷൻ. അപ്പോൾ സമ്മിൽ 36 കൂടുതൽ അല്ലെങ്കിൽ ആവറേജിൽ 18 കൂടുതൽ. സമ്മിൽ 36 ആണെങ്കിൽ ആവറേജിൽ എന്താണ്? 2. അപ്പോൾ 53 + 18. സിയുടെയും ഡിയുടെയും ആവറേജ് എന്താണ് വരുന്നത്? 53 18 കൂടുതലായിരിക്കും. അത് എത്രയാണ്? 71. ഇതിന്റെ 71 ആണ്, ഇതിന്റെ 71. അപ്പോൾ ഓവറോൾ എന്ത് തന്നെ ആയിരിക്കും? 71 തന്നെ. അല്ലെങ്കിൽ ഇവിടെ സം 142, ഇവിടെ സം 142. ഓവറോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ സം 284 / 4 71 തന്നെ വരും. പക്ഷെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ഇതിന്റെ 271 ഇതിന്റെ 271 ആണെങ്കിൽ 1:1 ഓക്കെ, ഓവറോൾ ആവറേജ് എന്ത് തന്നെ ആയിരിക്കും? 71 തന്നെ. കാര്യം എല്ലാ നമ്പറും 71 രീതിയിൽ ഇരിക്കുന്ന രീതി. ABCD ആവറേജ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 71 ആയിരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് പല
ലെവലിൽ നമുക്ക് ചെയ്യാം. ചുമ്മാ സമ്മൊന്നും എടുത്ത് എ പ്ലസ് ബിയുടെ സമ്മ് കണ്ടുപിടിക്കേണ്ട, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കൂട്ടേണ്ടി വരും. കൂട്ടിയിട്ട് 55 ഗുണം 1 2 3 4 5 6 ഗുണിച്ചിട്ട് അതും ചെയ്യണം, കുറയ്ക്കേണ്ടി വരും. ഇങ്ങനെ ഉള്ളിൽ ചെയ്യാം, കാൽക്കുലേഷൻ. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ, ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്വസ്റ്റ്യൻ. നമ്മൾ ആ ഡിഫറെന്റ് ചാപ്റ്റർ വഴി എന്ത് ചെയ്യുകയാണ്, അങ്ങോട്ട് കൊണ്ട് സ്വിച്ച് ചെയ്യണം. പേഴ്സൺ സോൾഡ് ആർട്ടിക്കിൾ 18% ലോസ്. ഹാഡ് ഹി സോൾഡ് ഇറ്റ് ഫോർ 960 മോർ, ഹി വുഡ് ഹാവ് ഗിവൻ 12% ഓഫ് ദ ആർട്ടിക്കിൾ വെൻ സോൾഡ് ഫോർ he would have gained 12%. ഇത് കഴിഞ്ഞു. ഇഫ് ദ ആർട്ടിക്കിൾ ഈസ് സോൾഡ് ഫോർ ഇത്രയാണെങ്കിൽ ഹൗ മച്ച് ഈസ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്? അതായത് 18% ലോസിൽ നിന്നും 12% ഗെയിനിലോട്ട് വരുമ്പോൾ ശതമാനം എന്തിൻ്റെയാണ്? കോസ്റ്റ് പ്രൈസിൻ്റെ ആണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസിന്റെ 18% കുറച്ചു. കോസ്റ്റ് പ്രൈസ് ഇവിടെ ആണെങ്കിൽ 18 ബാക്കിലോട്ട് 12 ഫ്രണ്ടിലോട്ട്. ടോട്ടൽ 30% ഓഫ് കോസ്റ്റ് പ്രൈസ്. അങ്ങനെ 30% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ അത് 960 രൂപയാണ്. 18% ലോസിൽ നിന്നും 12% ലാഭത്തിലോട്ട് പോകും. അപ്പോൾ ടോട്ടൽ 30% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 960. 960 എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിന്റെ 30%. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്ന ആള്, പണ്ടൊക്കെ നമ്മളെടുത്ത് ചോദിക്കുന്നത് എന്നാൽ ഇതിന്റെ 100% ലാഭത്തിന് അല്ലെങ്കിൽ 20% ലാഭത്തിന് വിൽക്കാൻ എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു. ഇവിടെ തിരിച്ചാ വെച്ചിട്ടുള്ളൂ. ഇത് ആർട്ടിക്കിൾ 3840 വിറ്റാൽ കോസ്റ്റ് പ്രൈസിന്റെ എത്ര ശതമാനം അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്രയാണ്? 960 ഗുണം 4 അല്ലേ, 96 ഗുണം 4 ആണ്. ഇത് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതേ ഗുണം 4, അതായത് 120% കിട്ടും. 3840 എന്ന് പറഞ്ഞാൽ 120% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. അതായത് അവിടെ എത്ര ശതമാനം ലാഭമുണ്ട്? 20% ലാഭമുണ്ട്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? നമ്മൾ സാധാരണ തിരിച്ചാണ് ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ അത് എന്ത് ചെയ്തു? അതിനെ റിവേഴ്സ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ബോട്ട് ആൻഡ് സ്ട്രിംഗ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ അടുത്ത ചാപ്റ്റർ ഏത് വേണമെന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാം. അടുത്ത ചാപ്റ്റർ ഏത് വേണം? കുറെ പേര് കോർഡിനേറ്റ് ജോമെട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോർഡിനേറ്റ് ജോമെട്രി അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളിപ്പം പ്രിലിംസിന് വേണ്ടി നോക്കേണ്ട കാര്യമില്ല. കോർഡിനേറ്റ് ജോമെട്രി നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? കോർഡിനേറ്റ് ജോമെട്രിക്കായും നിങ്ങൾക്ക് വേണ്ട കോർഡിനേറ്റ് ജോമെട്രി ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കോർഡിനേറ്റ് ജോമെട്രി ചെയ്യാം. സമയം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ചെയ്യും, നമ്മുടെ ചാനൽ ചെയ്യും. മെയിൻസിന്റെ സമയമാകുമ്പോൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്റർ വേണമെന്ന്, വേറെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റർ അടുത്ത ഏത് വേണമെന്ന് നിങ്ങൾക്ക് കമന്റ് ആയിട്ട് പറയാവുന്നതാണ് കേട്ടോ. ഒരു ബോട്ട്മാൻ ക്യാൻ റോ ഹിസ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ അറ്റ് എ സ്പീഡ് ഓഫ് 9 km/h. ഹി ക്യാൻ ഓൾസോ റോ 44 km ഡൗൺ സ്ട്രീം, 35 km അപ്പ് സ്ട്രീം ഇൻ 9 hours. അപ്പോൾ ഇവിടെ 44 km ഡൗൺ സ്ട്രീം. അപ്പോൾ 9 അയാളുടെ ബോട്ടിന്റെ സ്പീഡ്. ഇപ്പോൾ 9 + 6 ബോട്ടിന്റെ സ്പീഡ് പ്ലസ് സ്ട്രീമിന്റെ സ്പീഡാണ്. സ്ട്രീമിന്റെ സ്പീഡ് എക്സാം വെച്ചു. സ്ട്രീമിന്റെ സ്പീഡാണ് ഡൗൺ സ്ട്രീമിന്റെ ടൈം. ഡൗൺ സ്ട്രീമിന്റെ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ ടൈം, സ്പീഡ് ടൈം കിട്ടി. അടുത്ത 35 km അപ്പ് സ്ട്രീം ഇൻ 9 hours. ടോട്ടലാണ് 9 - 6. ഇതിന്റെ വാല്യൂ ആണ് 9 hours. ഇവിടെ നോക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ വഴി ഒന്നും വേണ്ട, നിങ്ങൾ ഇത് നോക്കിയാൽ മതി. എക്സിന്റെ വാല്യൂ ചുമ്മാ ഇരുന്ന് കാൽക്കുലേഷൻ ഒന്നും ചെയ്യേണ്ട. ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആവാൻ വേണ്ടി എക്സിന് 2 കൊടുത്തു നോക്ക്. 2 കൊടുക്കുമ്പോൾ ഇത് എന്താവും? ഇത് 11ന്റെ മൾട്ടിപ്പിൾ ആവും, ഇത് 7ന്റെ മൾട്ടിപ്പിൾ. ഇതെന്ത് കിട്ടും? 47/11 4 കിട്ടും. ഇവിടെ 35/9 - 2 7, 35/7 5 കിട്ടും. അപ്പോൾ 4ഉം 5ഉം 9 സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എക്സിന്റെ വാല്യൂ, നമ്മുടെ ഡൗൺ സ്ട്രീം സ്പീഡിന്റെ വാല്യൂ എത്രയാണ്? 2 ആണ്. ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മച്ച് ടൈം ഹി വിൽ ടേക്ക് ടു റോ 31 km ഡൗൺ സ്ട്രീം. 31 ഡൗൺ സ്ട്രീം ആകുമ്പോൾ 33 ഡിവൈഡഡ് ബൈ 9 × 2 11, അത് 3 വരും. 28 ഡിവൈഡ് ബൈ അപ്പ് സ്ട്രീം. സ്ട്രീം എന്ന് പറഞ്ഞാൽ 9 - 2 7. 7 ആണ് അവിടുത്തെ അപ്പ് സ്ട്രീം സ്പീഡ്. 28/7 4 വരും. 3 4 7 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? ഇവിടെ ആ ഒരു സമയം. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നോക്കിക്കോളൂ. എങ്ങനെയാണോ നിങ്ങൾ എക്സാമിന് ചെയ്യുന്നതെന്ന് മാത്രം എന്ത് ചെയ്യുക? നോക്കിക്കോളൂ. അടുത്ത ഒരു സിമിലാരിറ്റിയുടെ ജോമെട്രി ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മിക്സ് ആയിട്ട് ചെയ്യും. ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് ശ്രദ്ധിച്ചോളൂ. ഇപ്പൊ ABC അത് ACD എന്നായിരിക്കും. ഇൻ ACD ക്വസ്റ്റ്യൻ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇൻ ACD ട്രയാങ്കിൾ ACDയിൽ എന്താ സംഭവിക്കുന്നത്? ACDയിൽ AC ആൻഡ് B and E are 2 points on AC and AD respectively. ACയിലും ADയിലും 2 പോയിന്റ് ഉണ്ട്. ഏതൊക്കെ പോയിന്റാണ് ഉള്ളത്? ബിയും സി. ബി ACയിലുണ്ട്, ADയിൽ സി ഉണ്ട്. ഓക്കെ, ബിയും ഇ. ഓക്കെ, ബിയും ഇ. ഓക്കെ, ബി ഈസ് പാരലൽ ടു CD. ഓക്കെ, നമ്മുടെ ടേൽ സീറോ ആണ്, അല്ലെങ്കിൽ നമ്മുടെ സിമിലാരിറ്റി ആണ് അപ്ലൈ ചെയ്യുന്നത്. പാരലൽ ടു CD. CD ഈസ് 9 cm ആൻഡ് ബി ഈസ് 6 cm. കാണുമ്പോൾ തന്നെ 6:3, അതായത് 2:3 ആണ് നമ്മുടെ റേഷ്യോ. ഇതിന്റെ 1.5 മടങ്ങാണ്. 6ന്റെ 1.5 മടങ്ങാണ്. 6ന്റെ × 3/2 ആണ്. 3/2 ആണ്. 6ഉം 6ന്റെ പകുതിയാണ് 9 എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ, നമ്പേഴ്സിനെ കാണുമ്പോൾ തന്നെ ഈ ഒരു ഐഡിയ നിങ്ങളുടെ മൈൻഡിൽ വന്നാൽ നിങ്ങളുടെ കാൽക്കുലേഷൻ ഒക്കെ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പൊ ബി ഇനി തന്നിട്ടുണ്ട്, CD തന്നിട്ട്, ബി തന്നിട്ടുണ്ട്. AB വാല്യൂ ടോട്ടൽ ഇത് എത്ര? 5 ആണ്. ED വാല്യൂ 2 ആണ്. വാട്ട് ആർ ദ മെഷേഴ്സ് ഓഫ് ലെങ്ത് ഓഫ് AE ആൻഡ് BC? AEയുടെയും BCയുടെയും ലെങ്ത് വേണം, അതായത് ഇതിന്റെയും ലെങ്ത് വേണം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒരുപാട് പേര് പേനയൊക്കെ എടുത്ത് ഡിവിഷനൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ചെയ്യുന്ന വഴിയൊന്നും നോക്കേ,
ഈ ചെറിയ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം, ഇത് പാരലാണെങ്കിൽ തേൽസ് തിയറം വെച്ച് ഈ ചെറിയ ട്രയാങ്കിളും വലിയ ട്രയാങ്കിളും എന്തായിരിക്കും, സിമിലർ ആയിരിക്കും. അതായത് സിമിലർ ട്രയാങ്കിളിന്റെ സൈഡിന്റെ കറസ്പോണ്ടിങ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുന്നു, ചെറിയ ട്രയാങ്കിളിൽ 6 ആണെങ്കിൽ വലിയ ട്രയാങ്കിളിൽ 9 ആണ്. അതായത് 2:3 ആണ് റേഷ്യോ. ഇതിന്റെ 1.5 മടങ്ങാണ് ചെറിയ ട്രയാങ്കിളിലെ സൈഡിന്റെ കറസ്പോണ്ടിങ് സൈഡിന്റെ 1.5 മടങ്ങായിരിക്കും വലിയ ട്രയാങ്കിളിലെ കറസ്പോണ്ടിങ് സൈഡ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇത് 5 എന്ന് തന്നിട്ടുണ്ട്. ചെറിയ ട്രയാങ്കിളിലെ ഇത് 5 ആണെങ്കിൽ ടോട്ടൽ മൊത്തത്തിൽ എത്ര ആയിരിക്കും, ഇതിന്റെ അരയും കൂടെ കൂടുതലായിരിക്കും, അല്ലെ 1.5 മടങ്ങായിരിക്കും. ഇത് 6 ആണെങ്കിൽ 6ന്റെ പകുതി കൂടി, ഇത് 5 ആണെങ്കിൽ 5ന്റെ പകുതി കൂടി കൂടും. അതായത് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, ഇത് 5 ആണെങ്കിൽ വലുതിനകത്തുള്ള സൈഡ് എന്ന് പറഞ്ഞാൽ 7.5 ആയിരിക്കും, 7.5. തേൽസ് തിയറം സിമിലാരിറ്റി എന്താണെന്നറിയാം. അപ്പൊ അതാണെങ്കിൽ ബി സി എത്ര ആയിരിക്കും, 2.5. ബി സി 2.5 ആയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ എ മാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഒരു എക്സോ വൈയോ ഒന്നും വേണ്ട. നമുക്ക് മറ്റേ എയും കൂടെ കണ്ടുപിടിക്കാം. ഇവിടെ നോക്ക്, ഇത് 2 ആണ്. ഇപ്പോൾ ഈ റേഷ്യോ എന്താ വരുന്നത്, ചെറിയ ട്രയാങ്കിളിലെ സൈഡ് 2 യൂണിറ്റ് ആണെങ്കിൽ വലിയ ട്രയാങ്കിളിലെ സൈഡ് 3 യൂണിറ്റാണ്, 2:3 ആണ്. അപ്പോൾ ഇവരുടെ ഡിഫറൻസ് എത്ര വരുന്നത്, 3 വലുത് മൈനസ് ചെറുത് 1 യൂണിറ്റാണ്. അപ്പോൾ വലുത് മൈനസ് ചെറുത് 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 2. നമുക്ക് ഇതെന്ന് പറഞ്ഞാൽ എത്ര യൂണിറ്റാണ്, 2 യൂണിറ്റാണ്. 1 യൂണിറ്റിന്റെ വാല്യൂ ആണ്, ആ ഡിഫറൻസ് പറഞ്ഞാൽ 1 യൂണിറ്റാണ് അല്ലേ. ടോട്ടൽ 3 യൂണിറ്റ് ആണെങ്കിൽ ഇത് 2 യൂണിറ്റാണ് കേട്ടോ, 2:3. വലിയ ട്രയാങ്കിളിലെ സൈഡ് 3 ആണെങ്കിൽ ചെറിയ ട്രയാങ്കിളിലെ സൈഡ് എത്രയാണ്, 2 ആണ്. കറസ്പോണ്ടിങ് സൈഡ് ഈ ആംഗിളും ഈക്വലാണ്. ഇത് കോമൺ ആംഗിളാണ്, ഈ ആംഗിളും ഈക്വലാണ്. അപ്പൊ ഇതും കറസ്പോണ്ടിങ്, ഇതും കറസ്പോണ്ടിങ്. കുറച്ച് കാര്യം അറിയണം കേട്ടോ, കുറച്ച് കാര്യം അറിഞ്ഞാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് കാണുന്നവർക്ക് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം കുറച്ചറിയണം, സിമിലാരിറ്റി എങ്ങനെ ചെയ്യുന്നതെന്ന് അറിയണം. എക്സും വൈ ഒക്കെ ഇട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 1 യൂണിറ്റിന്റെ വാല്യൂ ആണ് 2, അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 യൂണിറ്റും 3 യൂണിറ്റ്, 2 യൂണിറ്റ് വാല്യൂ ആണ് 4 എന്ന് കിട്ടും. 1ന്റെ വാല്യൂ 2 ആണെങ്കിൽ 2ന്റെ വാല്യൂ 4. എ 4ഉം ബി സി 2.5 ഓപ്ഷൻ എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ പറയാം. പി ഇസ് ദ തേർഡ് പ്രൊപ്പോർഷൻ ടു 8 and 20. തേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ, എയുടെയും ബിയുടെയും തേർഡ് പ്രൊപ്പോർഷൻ ബി സ്ക്വയർ ബൈ എ. 20 സ്ക്വയർ ബൈ 8, 400/8 50 എന്ന് കിട്ടും. അതാണ് പിയുടെ വാല്യൂ. ഇപ്പൊ 2p എന്ന് പറയുമ്പോൾ 100 അധികം q വേണം. q ഇസ് ദ ഫോർത്ത് പ്രൊപ്പോർഷൻ ടു 3, 5, 23. 3 24 ആയി, എന്നാൽ 5ൽ നിന്ന് എത്ര ആവും, 3 × 8 5 × 8 40. ഇതെന്ന് പറഞ്ഞാൽ 40, 140. തേർഡ് പ്രൊപ്പോർഷനും ഫോർത്ത് പ്രൊപ്പോർഷനും ഒക്കെ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇങ്ങോട്ട് പോകുന്ന റേഷ്യോ ആയിരിക്കും, ഇതിന് ഇങ്ങോട്ട് റേഷ്യോ അല്ലെങ്കിൽ ആദ്യത്തെ അവസാനത്തെ പ്രോഡക്റ്റ് ഇതിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കും. എങ്ങനെ വേണം ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് മിക്സഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ കുറെ ചെയ്തു. ഇനി ട്രിഗ്നോമെട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ബോണസ് ക്വസ്റ്റ്യൻസ്. ട്രിഗ്നോമെട്രി നിങ്ങൾ കുറെ പേര് അഡ്വാൻസ്ഡ് മാത്സ് ക്ലാസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് നോക്കട്ടെ. അപ്പോൾ വ്യൂസ് നല്ല കുറവാണ്. വ്യൂസ് അത്യാവശ്യം വന്നാൽ മാത്രമേ ഞാൻ അഡ്വാൻസ്ഡ് മാത്സ് സീരിയസ് ആയിട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വെറുതെ ക്ലാസ്സുകൾ കൂടുതൽ ചെയ്തിട്ടും നിങ്ങൾ ആരും കാണത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമന്റിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ബോണസ് ക്വസ്റ്റ്യൻസ് പറയാം. ഇപ്പോൾ ക്വസ്റ്റ്യൻ, ഇഫ് sin 3θ sec 2θ = 1 ആണെങ്കിൽ then find 3 tan square 5θ/2 -1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ആൻസർ എങ്ങനെ കിട്ടും നമുക്ക്? ആൻസർ കിട്ടുന്ന പറഞ്ഞാൽ sin 3θ × sec 2θ 1 ആണ്. അപ്പോൾ ഈ sec 2θ താഴെ വരുമ്പോൾ sin 3θ = 1/sec എന്ന് പറഞ്ഞാൽ cos ആണ്. sin 3θ = cos 2θ = cos 2θ. അപ്പോൾ sin θ cos θ ആവുമ്പോൾ a + b 90 ആയിരിക്കും. അല്ലെങ്കിൽ sin a = cos b. sin θ cos θ അല്ല, sin θ cos θ ആകുമ്പോൾ θ 45. sin a = cos b ആകുമ്പോൾ a + b എന്തായിരിക്കും, 90 ആയിരിക്കും. അപ്പോൾ 3θ + 2θ, 5θയുടെ വാല്യൂ 90 ആണ്, θയുടെ വാല്യൂ 18 ആണ്. θ 18 കിട്ടി. ഇവിടെ കൊടുക്കുമ്പോൾ 3 × tan square 18 കൊടുക്കുമ്പോൾ 18 × 5 90/2 45. 3 × tan square 45, 3 × 1 3 ആണ്, -1 നമുക്ക് എന്ത് കിട്ടും, 3 × 1 -1, അതായത് 3 - 1 2 ആൻസർ കിട്ടും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അത് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇങ്ങനെ ചോദിക്കും, യൂസിങ് ഐഡന്റിറ്റി tan 2α = 2 tan α / 1 + tan square α, find tan 15 degree. അപ്പോൾ ഞാനിവിടെ ഒരു കാര്യം പറയാം. നമ്മളിത് ഒരു സ്കൂളിലെ എക്സാമോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എക്സാമോ ഒന്നും അല്ല എഴുതുന്നത്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ് എഴുതുന്നത്. നമ്മളുടെ മെത്തേഡിന് അല്ല അവിടെ, നമ്മളുടെ മെത്തേഡ് നമ്മൾ എങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്തോ എന്നുള്ളതിനല്ല കാര്യം. നമ്മൾ എത്ര കുറഞ്ഞ സമയത്ത്
കറക്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആൻസർ കൊടുക്കുന്നു എന്നതിലാണ് കാര്യം. അപ്പൊ അവർ യൂസിങ് ഐഡന്റിറ്റി എന്തോ ആയിക്കോട്ടെ, നമുക്ക് ഇഷ്ടമുള്ള ഐഡന്റിറ്റി യൂസ് ചെയ്യാം. ടാൻ 15 ഡിഗ്രിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിച്ച ആൻസർ അത് കൊടുക്കണം, അത്രേ ഉള്ളൂ. തന്നിട്ടുണ്ട് യൂസ് √3 = 1.732. നമ്മളിത് പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പക്ഷേ ഈ ഐഡന്റിറ്റി തന്നെ യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ ഓൾറെഡി വേറൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പഠിച്ചിട്ടുള്ളതാണ് ടാൻ 15. അപ്പൊ ടാൻ നിങ്ങളിത് അറിയേണ്ട ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ A - B യുടെ ഫോർമുല പഠിച്ചു. ടാൻ A - ടാൻ B ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ A ടാൻ B. ഈ ഫോർമുല പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചെയ്യാം. ടാൻ A - Bക്ക് Aക്ക് 45 കൊടുക്കുക, Bക്ക് 30 കൊടുക്കുക. അപ്പൊ ടാൻ 15 വരും. അപ്പൊ ടാൻ 15ന്റെ വാല്യൂ ഡയറക്റ്റ് കൊടുക്കുക. ടാൻ 45 1 മൈനസ് ടാൻ B എന്ന് പറയുമ്പോൾ 1/√3 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ A 1 ആണ് 1/√3. നമുക്ക് എന്ത് വരും, √3 - 1/√3 അടിയിലത്തെ വെട്ടി പോകും. √3 + 1 ഇതിന്റെ വാല്യൂ ആണ് വേണ്ടത്. √3 ഞാൻ ഇവിടെ എഴുതാമേ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും, ആൻസർ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും √3 - 1/√3 + 1 മേളിൽ താഴെ കോൺജുഗേറ്റ് ആയിട്ടുള്ള √3 - 1 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന്റെ സ്ക്വയർ വരും. താഴെ 3 - 1 2 വരും. ബൈ 2 അടി വരും. √3 - 1ന്റെ സ്ക്വയർ 3 + 1 4 - 2 √3 2 കൊണ്ട് കിട്ടുമ്പോൾ 2 - √3യുടെ ആൻസർ വാല്യൂ ഇരിക്കുന്ന ആൻസർ 2 - 1.732. നമുക്ക് എത്ര കിട്ടും, എത്ര കൂടെ കൂട്ടണം, 68 കൂട്ടി 800.268 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ. അപ്പൊ ഇങ്ങനെയായിരുന്നു ഓപ്ഷൻ 0.268, 0.267, 0.266, 0.269. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇത് കൊടുക്കും, ഓപ്ഷൻ എ ആൻസർ കൊടുക്കും. അപ്പോൾ ആരും നിങ്ങൾ ചോദിക്കില്ല, ഇത് വെച്ച് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം എന്താ, ആൽഫയ്ക്ക് 15 കൊടുത്തു. അപ്പൊ ടാൻ 30 1/√3 കിട്ടി = 2 × ടാൻ ആൽഫ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ 15 ആണ്. 15 നിങ്ങളിത് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കാൽക്കുലേഷൻ കട്ട കാൽക്കുലേഷൻ ആയിരിക്കും. നിങ്ങളെ ചുമ്മാ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഒരു ഐഡന്റിറ്റി തന്നിട്ടുള്ളത്. നമ്മുടെ ആൻസർ പോയിന്റ് ഇങ്ങനെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വാല്യൂ യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്ത ഒരു നല്ല ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതിന് നിങ്ങൾക്ക് സിമെട്രി അറിയാലോ, സൈക്ലിസിറ്റി അറിയാലോ. അതെങ്ങനെ A + 1/B യുടെ വാല്യൂ 1. ഇതൊക്കെ ചിലപ്പോൾ വരും, ഒറ്റ സ്റ്റെപ്പിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. B + 1/C യുടെ വാല്യൂ 1. ഫൈൻഡ് C + 1/A. അപ്പൊ ഇങ്ങനെ തരുവാണെങ്കിൽ എയും ബിയും സിയും ആണ്. എയും 1/B, ബിയും 1/C, സിയും 1/A. ഇതെല്ലാം സെയിം ആയതുകൊണ്ട് ഇതിനെയാണ് നമ്മൾ സൈക്ലിസിറ്റി എന്ന് പറയുന്നത്, സൈക്ലിക് പ്രോപ്പർട്ടിയാണ്. ഇതുകൊണ്ട് തന്നെ ആയിരിക്കും 1 തന്നെ. നിങ്ങൾക്ക് വേറെ അവിടെ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമേ ഇല്ല. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ തരും. ഇഫ് A + B + C യുടെ വാല്യൂ, ഇതൊന്ന് ട്രൈ നോക്കണം കേട്ടോ. 4 1/A + 1/B + 1/C. ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 3. ദെൻ ഫൈൻഡ് A/B + B/A + C/A + A/C + B/C + C/B. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കി ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ നോക്കി. ഓക്കെ, നമുക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ. ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, എന്ന് പറഞ്ഞാൽ ഈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, A + B + C × 1/A + 1/B + 1/C. അപ്പോൾ എന്ത് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ആദ്യം നമുക്ക് A കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇതിനെ രണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ മൾട്ടിപ്ലൈ ആണ്. A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A × ഫസ്റ്റ് ടൈം × എല്ലാത്തിനും മൾട്ടിപ്ലൈ ആണ്. അപ്പൊ A × 1/A പറഞ്ഞാൽ A/A 1 വരും, പ്ലസ് A/B + A/C വരും, പ്ലസ് ഇനി B പുറത്തെടുത്ത് ഇതിനെ മൾട്ടിപ്ലൈ ആണ്. B × B/A + 1 + B/C. ഇനി ഇത് C ഉണ്ട്, C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് C/A + C/B + 1 എന്ന് വരും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് രണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് സൈഡിൽ എന്ത് വരും, 4 × 3 12, 1 1 1 3 വന്നു, 3 ഇപ്പുറത്ത് വരുമ്പോൾ -3 = 9 എന്ന് വരും. അത് തന്നെ ഈ കിടക്കുന്ന ലെഫ്റ്റ് സൈഡിൽ എന്ത് വരും, A/B A/C, A/B A/C, B/A B/C, B/A B/C, C/A C/B, C/A C/B. അതന്നെ കിടക്കുന്ന ആൻസർ. നമ്മൾ ആൻസർ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 9 എന്ന് വരും. ഇതിന്റെ ആൻസർ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഈ മെത്തേഡ് നോക്കിക്കോളൂ, അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ഏത് ക്വസ്റ്റ്യൻ വേണം, ക്വസ്റ്റ്യൻ മതിയോ? യെസ്, അടുത്തിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് നമുക്ക് നിർത്താം. 5 ക്വസ്റ്റ്യൻ, ഒരു ബോണസ് ക്വസ്റ്റ്യൻ ആയിട്ട് തരാം. ഇഫ് പ്രീവിയസ് വന്നിട്ടുള്ള x1 x2 x3, ഇതിനൊക്കെ സിമ്പിൾ മെത്തേഡ് ഉണ്ട്. വേറെ ആൾക്കാർ കുറേ പേർക്ക് ഡൗട്ട് വരുന്നത് 4 × 4 + x1 + x2 + x3. ഇതൊക്കെ പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ, ഒന്നും ചെയ്തല്ല, പ്രീവിയസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് എടുത്താണ് ചെയ്യുന്നത്. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ്, ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 1/, കാണാൻ വലിയ പേടിയാവുന്നേ ഉള്ളൂ, ഒന്നുമില്ല, 2 + x1 + 1/2 + x2 + 1/2
2 പ്ലസ് x3. ആർക്കൊക്കെ ആൻസർ കിട്ടി എന്ന് പറഞ്ഞു? ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ എല്ലാ ആൻസർ ഫുള്ള് കിട്ടിയവരൊന്ന് പറയാം. എത്ര ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് പറയാം. കുറച്ച് പേര് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, കുറച്ച് പേര് ചെയ്തു. ഞാൻ നിങ്ങളോട് കാണിക്കുന്ന ഡെഡിക്കേഷന്റെ അത്രയും നിങ്ങൾ കാണിക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ ഓക്കെ. ഇവിടെ എന്താ ഏറ്റവും എളുപ്പവഴി? എക്സിന് 4 എന്ന് പറഞ്ഞ വാല്യൂ ഇട്ട് കൊടുക്കും. ഇത് പ്രീവിയസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ വാല്യൂ ഇട്ട് കൊടുക്കും. 4 കൊടുക്കുമ്പോൾ 4 ഗുണം 4 ഗുണം 4 64. ഈ 4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 64/4 16 ഈക്വൽ ടു 4 4 4 4 4 4 8 4 12 4 16 സാറ്റിസ്ഫൈ ചെയ്തു. x1 ഈക്വൽ ടു x2 ഈക്വൽ ടു x3 ഈക്വൽ ടു 4. അറിയാവുന്നവർക്ക് കുഴപ്പമില്ല. ആൻസർ എന്ത് വരും? 1/6 പ്ലസ് 1/6 പ്ലസ് 1/6 3/6 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് ആൻസർ. ഇത്രയും. പിന്നെ നമ്മൾ 5 ബോണസ് ക്വസ്റ്റ്യൻ ചെയ്തു. യെസ്. അപ്പോൾ ബാക്കി കുറെ മിക്സഡ് ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. ഓക്കെ. എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും മാക്സിമം ക്ലാസ്സസ് നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ ഷെയർ എത്ര ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. റെയിൽവേയുടെ ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട് തുടങ്ങുന്നതായിരിക്കും. ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ചാനൽ ഒരിക്കലും നിർത്തില്ല. ഞാൻ ഉറപ്പ് തരാം, 150% ഉറപ്പ് തരാം. നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഈ ഡ്യൂറേഷൻ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന സമയത്തായിരിക്കും ചെയ്യുന്നത് മാത്രം. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ടെലിഗ്രാം ചാനലിലൊക്കെ ജോയിൻ ചെയ്യുക. അർജുന ബാച്ച് മസ്റ്റ് ആണ്. അർജുന ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾ CGL പോകുന്നതിന് മുമ്പേ കണ്ടിട്ട് പോവുക. അർജുന ബാച്ചിലെ ക്ലാസ്സുകളെല്ലാം ചെയ്തിട്ടുള്ള എത്രയുണ്ടോ അത്രയും ക്ലാസ്സുകൾ കണ്ടിട്ട് പോവുക. അത്രയും ക്ലാസ് കണ്ടു പോവുക. സെറ്റായിട്ട് നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. സെറ്റ് ആവട്ടെ. ഓക്കെ. എല്ലാവർക്കും നന്ദി. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.